50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോൾ നിങ്ങളാരും മേടിക്കത്തില്ലല്ലോ എന്ന് ചോദിച്ചത് NDAയുടെ സ്ഥാനാർത്ഥിയാണ്, വയനാട്ടിലെ സ്ഥാനാർത്ഥിയാണ്. അതോടൊപ്പം തന്നെ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്ന ഇവിടെ അര ലിറ്റർ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, BJPക്കാര് ഇവിടെ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം നേടുന്നതിന് വേണ്ടിയിട്ടാണോ വന്യമൃഗങ്ങളെ കൊന്ന് അതിന്റെ തോല് വീട്ടിൽ സൂക്ഷിച്ചത്? അതിന് പ്രതികളായിട്ടുള്ള ആളുകൾ വന്ന് നിന്നിട്ട് വന്യജീവികളെ ഇതാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും? പിന്നെ കോൺഗ്രസ്സുകാരോടുള്ള ചോദ്യം, അവിടെ നിന്ന് രാജൻചേട്ടൻ കണ്ണു കാണിച്ചാൽ പോകാൻ നിൽക്കുന്ന സേനാപതി വേണുവിന് ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ച് വോട്ട് കൊടുക്കും? ഈ രാജൻ ചേട്ടൻ നിങ്ങളുടെ കൂടെ ആയിരുന്നു സന്തോഷ. ഈ രാജൻ ചേട്ടൻ നിങ്ങളുടെ കൂടെ എന്നാ പോയെ. ഈ രാജൻ ചേട്ടൻ നിങ്ങളുടെ കൂടെ എന്നാ പോയെ. ഞങ്ങളുടെ കൂടെ ഇടുക്കിയിൽ ഒരാളും പോയില്ല, പോകുമോ? രാജേന്ദ്രൻ പോകാൻ നിൽക്കുന്നു. രാജേന്ദ്രൻ പോകാൻ നിൽക്കുന്നു. ബിജു കൃഷ്ണൻ പോയി. കഴിഞ്ഞ പാർലമെന്റിലെ സ്ഥാനാർത്ഥി ബിജു കൃഷ്ണൻ പോയി. മുമ്പിലത്തെ പാർലമെന്റ് സ്ഥാനാർത്ഥി ഇത്. കഴിഞ്ഞ രാജേന്ദ്രൻ പോയി. ഞങ്ങൾ ആരും പോയിട്ടില്ല. രാജേന്ദ്രൻ പോയി, ബിജു കൃഷ്ണൻ പോയി. ഞങ്ങളാരും പോയില്ല. ഇടുക്കിയിൽ ഒരു കോൺഗ്രസ്സുകാരന് പോയതല്ല, പറഞ്ഞു വിട്ടതല്ല. പോയവരിവിടെ നിൽക്കുക. നമുക്ക് മറുപടിയിലേക്ക് വരാം. ഒരു ചോദ്യം കൂടി, ഒറ്റ ചോദ്യം കൂടി, ഈ ചോദ്യം കൂടി എടുത്ത് മറുപടിയിലേക്ക് വരാം. പറഞ്ഞോ. ഞാൻ അന്താരാഷ്ട്ര കാര്യങ്ങളെ പറ്റി ഒന്നും ചോദിക്കുന്നില്ല. ഞാൻ കട്ടപ്പന ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. ഈ പ്രദേശത്തെ വികസനത്തെ പറ്റിയാണ്. MP ഇല്ലാത്തതുകൊണ്ട് MPയുടെ പ്രതിനിധികളാണ് ചോദിക്കുന്നത്. ഇതിലെ NH185 പറഞ്ഞ റോഡ് കടന്നു പോകുന്നുണ്ട്. അതിന് സമാന്തരമായിട്ട് ഇവിടെ ഒരു ബൈപ്പാസ് ഉണ്ടാക്കുന്ന ഇവിടെ എല്ലാ പ്രൊജക്ട്സും റോഡെല്ലാം കണ്ടു. എവിടെയാണെന്ന് കാണിച്ചു തന്നാൽ കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ ESI ആശുപത്രിക്ക് 100 കോടി അനുവദിച്ചെന്ന് പറഞ്ഞു. ഇടുക്കി ജില്ല നിലവിൽ നിൽക്കുന്ന 1964 ഭൂപതിയോട് ചട്ടപ്രകാരം ഇവിടെ ഈ സ്ഥാനം ഉണ്ടാക്കി നടക്കുകയല്ല. ഇതിന് പരിഹാരം ഉണ്ടാക്കാതെ ഇവരെങ്ങനെ ESI ഉണ്ടാക്കും? അതുകൊണ്ട് ചട്ടം നിൽക്കുന്നുണ്ട്. ഈ ബൈപ്പാസ് മണ്ഡലത്തിൽ നിന്ന് ആര് ജയിച്ചു വരുന്നതാണ് മണ്ഡലത്തിൽ നല്ലതാണ്? എന്തുകൊണ്ട് ചോദിച്ചു? 100% ജയിച്ചു. ഓക്കെ. അപ്പൊ മറുപടി ശ്രീ രാജനിൽ നിന്ന് തുടങ്ങാം. ഒറ്റ ചോദ്യം വളരെ പെട്ടെന്ന്. എനിക്ക് ചോദിക്കാനുള്ളത് BJP പ്രതിനിധിയോടും അതുപോലെ തന്നെ LDF പ്രതിനിധിയോടാണ്. ഇവിടെ ഈ ഗ്യാസിന്റെ സബ്സിഡി ഈ കഴിഞ്ഞ ഒരാഴ്ച 2 ആഴ്ച മുമ്പാണ് കുറച്ച് 200 രൂപ. ഇവര് 2 ടൈമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജനങ്ങളിൽ നിന്ന് ഇത്രയും പിഴിഞ്ഞെടുത്ത് അവസാന ഘട്ടം വന്നപ്പോൾ ഇലക്ഷനിലേക്ക് വന്നപ്പോൾ അവർ 200 രൂപ കുറച്ചതെന്ന് സബ്സിഡി എന്ന് പറയുന്നത് ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു സംഭവം. 100 രൂപ കുറച്ചേക്കുന്നു. ഇനി അടുത്തത് 100 രൂപ. പറയട്ടെ 100 രൂപ. ഞാൻ നിങ്ങൾക്ക് ബോണസ് ആണ് 100 രൂപ. നെക്സ്റ്റ് അടുത്തത് അതൊരു പൊടിയുടെ പരിപാടി. രണ്ടാമത്തെ കാര്യം ഇവിടെ LDF ചോദ്യം. ചോദിക്കൂ. കൊട്ടക്കാമ്പൂരില് ആദിവാസി ആളുകളുടെ ഭൂമി കയ്യേറി അതിപ്പോഴും കൈവശം വെച്ചുകൊണ്ട് കോടതി പരാമർശം ഉണ്ടായിട്ടുള്ള ജോയിസ് ജോർജിനെ മുന്നിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് സാധാരണ ജനങ്ങൾക്ക് പട്ടയം കൊടുക്കുകയും അതുപോലെ തന്നെ വനവിഷയം പറയണം. എങ്ങനെയാണ് ഇവിടെ മൊത്തത്തിൽ ഈ നിയമം വന്നതെന്നുള്ള കാര്യം കൂടെ പറയണം. നിങ്ങളുടെ നേതാവ് പിരിവ് ചോദിച്ചു ചെന്നപ്പോൾ കൊടുത്തില്ല എന്നതിന്റെ പേരിൽ കോടതി ചെന്ന് മേടിച്ച സ്റ്റേയുടെ ഭാഗമായിട്ടല്ലേ ഈ ഇടുക്കി ജനത ഈ അനുഭവിക്കേണ്ടി വന്നത്? കോതമംഗലം MLA മാത്യു കൊള്ളാട് അറിയോ? ഭൂമിയല്ലേ പ്രശ്നം.